അഭ്രപാളികളിൽ അഭിനയത്തിൻ്റെ അർക്കതേജസ്സായ അടൂർ ഭാസി അരങ്ങൊഴിഞ്ഞിട്ട് 35 വർഷങ്ങൾ കഴിയുന്നു. 1990 മാർച്ച് 29 അടൂർ ഭാസി ഈ ലോകത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോയത്. അടൂർ ഭാസി ഇല്ലാത്ത മലയാള സിനിമയ്ക്ക് 35 വയസ്സ്. ഇതിനു മുമ്പ് ഒരു 30 വർഷക്കാലം ഭാസിയുടെ കുടവയർ ബലൂൺ മാതിരി തിരശീലയിൽ വീർത്തു നിന്നു. സൗന്ദര്യമാണ് ഒരു നടൻ്റെ മൂലധനം എന്ന് നമുക്ക് കാട്ടിത്തന്ന ഒരു ചിറയൻകീഴുകാരനുണ്ട്, സാക്ഷാൽ പ്രേം നസീർ. സൗന്ദര്യമല്ല ഒരു നടൻ്റെ മൂലധനം എന്ന് കാട്ടിത്തന്ന നടനുമുണ്ട് മലയാള സിനിമയിൽ, ഭരത് ഗോപി. ഇവർക്കിടയിൽ വയറുകൊണ്ട് ചിരിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന ചിറയൻകീഴ് വേദികളുള്ള നടനാണ് അടൂർ ഭാസി. അടൂർ ഭാസിയുടെ കുടവയർ കണ്ട് ചിരിച്ചവരിൽ ഒരു VIP-യുമുണ്ട്, സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. EMS മന്ത്രിസഭ ഭരിക്കുന്ന 60-കൾ. അരിതരാത്ത കേന്ദ്രത്തിനോടുള്ള സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അവാർഡ് വാങ്ങാൻ ഡൽഹിയിലെത്തിയ മലയാള സിനിമാ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരെ കണ്ട ഉടനെ പണ്ഡിറ്റ്ജിയുടെ ചോദ്യം: എങ്ങനെയുണ്ട് കേരളത്തിലെ അരിസമരം? അരിയില്ലാത്തത് കൊണ്ട് അവിടുത്തെ ആളുകൾ പട്ടിണിയാണെന്ന് കേട്ടല്ലോ. അടൂർ ഭാസിയുടെ വയറിലേക്ക് നോക്കിയാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് രാമു കാര്യാട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ശുദ്ധമായ ഇംഗ്ലീഷിൽ വിനയപൂർവ്വം അടൂർ ഭാസി മറുപടി പറഞ്ഞു: സാർ, എൻ്റെ വയർ കണ്ട് കേരളത്തിലെ ഭക്ഷ്യസ്ഥിതിയെപ്പറ്റി ഒരു നിഗമനത്തിൽ എത്തരുത്. ഈ കമൻ്റ് കേട്ട ഉടനെ ഏറ്റവും ഉറക്കെയുള്ള ചിരി കേട്ടത് പണ്ഡിറ്റ്ജിയുടേതായിരുന്നു. നടനും ഹാസ്യനടനും തമ്മിലുള്ള അതിരുകൾ മായുന്ന വർത്തമാനകാലത്ത് സിനിമാ കോമഡിയെ മുൻനിരയിൽ കസേര പിടിച്ചിരുത്തിയ ആ കലാകാരനെ മറക്കാനാവില്ല. ചിരി വന്നാലും ചിരിക്കാത്ത മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച കലാകാരനാണ് അടൂർ ഭാസി. ഇന്നിവിടെ സിനിമയെ ഉദ്ധരിക്കാൻ ഒരുപാട് ഏജൻസികളുണ്ട്. അക്കാദമിയും കോർപ്പറേഷനും സ്വകാര്യ സംഘടനകളും ഫിലിം സൊസൈറ്റികളും സിനിമയെ മാറി മാറി ഉദ്ധരിക്കുന്നു. സെമിനാറുകൾ നടത്തുന്നു, ഗുരുവന്ദനം നടത്തുന്നു, ചലച്ചിത്രോത്സവത്തിൻ്റെ വേദികൾക്ക് മഹാരഥന്മാരുടെ പേരുകൾ നൽകുന്നു, സമഗ്ര സംഭാവനയ്ക്ക് ശ്മശാനത്തിൽ വരെ ചെന്ന് പുരസ്കാരം നൽകുന്നു. അവരെല്ലാം മറന്നുപോയ ഒരു പേരുണ്ട്, അത് അടൂർ ഭാസിയുടെ പേര് തന്നെ. സഹസംവിധായകനായും പിന്നീട് സംവിധായകനായും സ്വഭാവ നടനായും ഹാസ്യ നടനായും 30 വർഷക്കാലം മലയാള സിനിമയുടെ നെഞ്ചോട് ഒട്ടിനിന്ന ആ നടൻ്റെ പേര് ഒരു ചലച്ചിത്രോത്സവ നഗരിയിലെ മൂത്രപ്പരയ്ക്ക് പോലും ഇതുവരെ കണ്ടിട്ടില്ല. മുടിയനായ പുത്രനിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച മുടിയാത്ത പുത്രനാണ് അടൂർ ഭാസി. മുടിയനായ പുത്രനാണ് പ്രായോഗികാർത്ഥത്തിൽ ഭാസിയുടെ ആദ്യ ചിത്രം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരമാല എന്നൊരു ചിത്രത്തിൽ മുഖം കാണിച്ചിരുന്നു. പ്രതീക്ഷകളോടെയാണ് തിരമാലയിൽ അഭിനയിക്കാൻ അദ്ദേഹം സേലത്തെ മോഡേൺ സ്റ്റുഡിയോയിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത വേഷം മറ്റൊരു നടൻ തട്ടിയെടുത്തിരുന്നു. സിനിമയെ ശപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. 1965 ഒരു പ്രഭാതം തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള റോസ്കോട്ട് ഭവനത്തിന് മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. കാറിൽ P. ഭാസ്കരൻ, RS പ്രഭു, സത്യൻ, K. ബാലകൃഷ്ണൻ. ലുങ്കിയും ഷർട്ടും ധരിച്ച ഭാസി ഇറങ്ങിച്ചെന്നു. ഭാസി, വാ, വണ്ടിയിൽ കയർ. 2-3 ദിവസത്തെ താമസത്തിനുള്ള സാധനങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് സർവശക്തനായ K. ബാലകൃഷ്ണൻ. കാര്യമെന്തെന്ന് തിരക്കാതെ ഒരു തുരുമ്പ് പിടിച്ച പെട്ടിയിൽ 2-3 ഷർട്ട് എടുത്ത് ലുങ്കി പോലും മാറാതെ ഭാസി കാറിൽ കയറി. കാർ തിരുവനന്തപുരത്ത് വിട്ട ശേഷം ആണ് വിവരം പറയുന്നത് തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രൻ ചന്ദ്രധാര സിനിമയാക്കുന്നു. അതിലെ ശാസ്ത്രിയുടെ വേഷം ഭാസി അഭിനയിക്കണം. മുൻകൂട്ടി കാര്യം പറഞ്ഞാൽ നീ കാറിൽ കയറില്ല, അതാ പറയാത്തത്. തന്നെ ചതിച്ച സിനിമയിലേക്കുള്ള മദ്രാസ് പാതയിൽ പകുതി മനസ്സോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒന്നറിഞ്ഞില്ല തൻ്റെ ഭാഗധേയം പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്ന്. മുടിയനായ പുത്രൻ മലയാള സിനിമയ്ക്ക് മുടിയാത്ത ഒരു പുത്രനെ നൽകി. പിന്നെ അടൂർ ഭാസിയുടെ സ്ഥാനം സിനിമകളുടെ ചരിത്രത്താടുകളിലാണ്. കൈനിറയെ പടങ്ങൾ, അവാർഡുകൾ, അംഗീകാരങ്ങൾ. സ്വാമി ലോഡ്ജിലെ പാറ്റകൾ ഇഴഞ്ഞു നടക്കുന്ന കയറ്റുകട്ടിലിൽ നിന്ന് ചൂളമേട്ടിലെ സ്വന്തം 3 നില മാളികയിലേക്ക് താമസം മാറുമ്പോൾ അദ്ദേഹം ഒന്നുകൂടെ കൊണ്ടുപോകാൻ മറന്നിട്ടില്ല ആ പഴയ തുരുമ്പൻ പെട്ടി. എന്തൊക്കെയോ ആയി എന്ന് അഹങ്കരിക്കുമ്പോൾ ഭാസി ആ പെട്ടിയിലേക്കൊന്ന് നോക്കും. പഴയ ഭാസി പുനർജനിക്കും. സിനിമയിലും നാടകത്തിനും അപ്പുറത്ത് ചിരി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ചിരിപ്പടക്കങ്ങളുടെ മുന്നിൽ വെറും പൊട്ടാസ് വെടികൾ മാത്രമായി. അദ്ദേഹത്തിന് ചിരി കൃഷിയായിരുന്നില്ല, ആ പുഷ്പത്തിൻ്റെ സുഗന്ധമായിരുന്നു. അത് പഴയ സിനിമാക്കാർക്കും അറിയാം. പ്രേം നസീറുമായി സിനിമയ്ക്കപ്പുറത്ത് ഗാഢമായ ഒരു ആത്മബന്ധം ഭാസിക്കുണ്ടായിരുന്നു. നസീർ ഭാസി ടീമിൻ്റെ സിനിമകൾ പണം വാരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ആ ബന്ധം. മതസൗഹാർദ്ദത്തിൻ്റെ ദീപസ്തംഭങ്ങൾ തേടി നടക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ 2 പ്രശസ്ത കലാകാരന്മാരുടെയും വ്യക്തി സൗഹൃദം വിഷയമാക്കിയിട്ടില്ല എന്നത് നമ്മുടെ നാട്ടിൻ്റെ ശാപം.
ജോൺ എബ്രഹാം എന്ന ജീനിയസ് തൻ്റെ ചെറിയാച്ചനെ അടൂർ ഭാസിയിൽ കണ്ടെത്തുമ്പോൾ ആ നടൻ്റെ കോമഡിക്കപ്പുറത്ത് റേഞ്ച് നമുക്ക് കാട്ടിത്തരിക എന്ന ക്രൂരകൃത്യമാണ് ചെയ്തത്. ഭാസി മരിക്കും വരെ പവിത്രമായി സൂക്ഷിച്ച ഒരു കത്തുണ്ട് ഹിന്ദി നടൻ അശോക് കുമാർ അയച്ചത്. അനുരാഗ് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായ രാഘം എന്ന ചിത്രത്തിൽ ഭാസി അശോക് കുമാറിൻ്റെ റോളാണ് അഭിനയിച്ചത്. അത് കണ്ടിട്ട് അശോക് കുമാർ എന്ന ദാദാമുനി എഴുതി, ആദ്യം രാഗമാണ് ഇറങ്ങിയത് എങ്കിൽ എനിക്കെൻ്റെ റോൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ വെറും ഹാസ്യ നടനല്ല, ഭാവാഭിനയത്തിൻ്റെ ഔന്നത്യം കണ്ട ആളാണ്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ ഫിലോസഫിക്കലായി കുറേ നേരം നോക്കിയിരുന്ന ശേഷം സഹോദരീപുത്രനായ ബി ഹരികുമാറിനോട് അദ്ദേഹം പറഞ്ഞു, ജീവിതം എന്ന പ്രയാണത്തിൻ്റെ പ്രതീകമാണ് ഈ ട്രെയിൻ യാത്ര. ഒരു സ്റ്റേഷനിൽ നിന്നും കയറുന്നു, മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ട്രെയിനിൽ വെച്ച് പലരും പരിചയപ്പെടുന്നു, ചിലർ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നു. കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾ ഇടയ്ക്കൊരു സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിംഗ്. ഒരു നീണ്ട മൗനത്തിന് ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു, ആ ഫീലിംഗ് എനിക്കുണ്ടാവില്ല. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആരുമില്ല. ആ കണ്ണുകൾ നനഞ്ഞിരുന്നു. ചിരിക്കാത്ത ഭാസിയെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അവസാന നാളുകളിൽ ആ ചിരിപ്പൂവിൻ്റെ ഇതളുകൾ വാടി. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ആ ഹൃദയത്തെ മതിച്ചു. മഴയത്ത് നടക്കാനാണ് എനിക്കേറെ ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് മറ്റാരും കാണില്ലല്ലോ എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിനെ പോലെ മലയാള സിനിമയുടെ പൊട്ടിച്ചിരിയുടെ ചാപ്ലിനെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ.